ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് മഅരിഫത്ത് വേണം. 2, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പറയുകയാണ്. 3, ആ പറഞ്ഞ ആശയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 4, ആ ആശയത്തിന് വേണ്ടി ജീവിതം, നമ്മുടെ ശരീരം നമ്മൾ സമർപ്പിക്കുകയാണ്. ഇത് 4 ചെയ്യുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയോട് നമുക്ക് പ്രതിബദ്ധത കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹം, അത് തസ്ദീഖുഹു ഫീ കുല്ലി മാ ജാഅ ബി, ഹബീബ് കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് ബോധിക്കണം. അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കൽപ്പന ചെയ്തത് മുഴുവനും അനുസരിക്കണം, അവിടുന്ന് നിരോധിച്ചത് ചെയ്യാതിരിക്കണം. പിന്നെ എൻ്റെ റസൂലാണ് എൻ്റെ ജീവിതത്തിൽ ആരാധനകളെ പഠിപ്പിച്ചു തന്നത്, ആ ആരാധനകളെ ജീവിതത്തിൽ ഞാൻ പുലർത്തിക്കൊണ്ടുപോരണം. ഇത് 3 ചെയ്യുമ്പോഴാ ഹബീബിനോടുള്ള പ്രതിബദ്ധതയാവുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് 3, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് 4, ഇങ്ങനെ 7 കടപ്പാടുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, ഇല്ല നബിയെ, ഒരിക്കലുമില്ല, അങ്ങയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം, ആ വ്യാമോഹം സാധ്യമല്ല. ലാ യുഅ്മിനൂൻ, ഈമാൻ പരിപൂർണമാവേണമെങ്കിൽ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്ന പരിഹാരങ്ങൾക്ക് എന്താണോ തിരുനബിയെ അങ്ങ് പരിഹാരം നിർദ്ദേശിക്കുന്നത്, ആ പരിഹാരം അവർ അംഗീകരിക്കുന്നത് വരെ അവരുടെ ഈമാൻ പരിപൂർണമല്ല. ഇസ്ലാമിൽ ഒരിക്കലും ഗീബത്തിന്റെ പരിഹാരമില്ല എന്നറിയണം. ഒരു മനുഷ്യന്റെ കുറ്റം പറയുന്ന പരിഹാരം ഇസ്ലാമിന്റെ പരിഹാരമല്ല, ആരും ചെയ്യാൻ പാടില്ല. നമീമത്തിന്റെ പരിഹാരം ഇസ്ലാമിലില്ല. വ്യഭിചാര ആരോപണത്തിൻ്റെ പരിഹാരം ഇസ്ലാമിലില്ല. ദുരാരോപണങ്ങളുടെ പരിഹാരമില്ല. അനീതിയുടെ പരിഹാരമില്ല. ബഹുമാനമില്ലായ്മയുടെ പരിഹാരം ദീനിലില്ല. ദീനിൻ്റേത് ക്ഷമയുടെ, പുറത്തുകൊടുക്കലിൻ്റെ, സഹനത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റേത്. അതാണ് പരിഹാരം. അതിന് വഴങ്ങാത്ത ഒരാളുടെയും ഈമാൻ പരിപൂർണമല്ല നബിയേ. ثم لا يجدوا في أنفسهم حرجا, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം പോലും വരാതെ അല്ലാഹും റസൂലും പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ വായ അടക്കി പിടിക്കുന്നു. റബ്ബേ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചിന്തിച്ചത്, ഞാൻ എഴുതി വെച്ചത്. മനസ്സുകൊണ്ട് പശ്ചാത്തപിക്കുകയും തങ്ങളുടെ ആ ഒരു പരിഹാരത്തിന് വിരുദ്ധമായി ഒരിറ്റുപോലും മനസ്സിൽ ഒരതിർത്തിയും പ്രകടിപ്പിക്കാതെ വയുസല്ലിമൂ തസ്ലീമാ, പരിപൂർണമായ സമർപ്പണം അല്ലാഹുവിൻ്റെ നിയമത്തിന് വേണ്ടി കൊടുക്കാത്ത കാലത്തോളം ഒരാളുടെയും ഈമാൻ പരിപൂർണമല്ല നബിയേ എന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാണ്. അതുകൊണ്ട് നമ്മൾ അഹംഭാവത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ സ്വരങ്ങളൊന്നും പറയണ്ട. അൽ കിബ്രിയാ ഉരിദായി, അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. എൻ്റെ റസൂല് കൊണ്ടുവന്നതെല്ലാം, എൻ്റെ ഹബീബ് കൊണ്ടുവന്നതെല്ലാം എനിക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും സത്യമാണ് എന്ന് ബോധിക്കുന്നതാണ് ഈമാൻ.
ഇസ്രാ മിഅ്റാജ് മനസ്സുകൊണ്ട് ബോധിക്കാതെ ദീനിൽ നിന്ന് പുറത്തുപോയ ആളുകൾ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ സാധ്യമാണോ? മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്കുള്ള യാത്ര അത്ര സ്പീഡിൽ കഴിയുമോ? 7 ആകാശങ്ങളിൽ പോയി വരാൻ കഴിയുമോ ഒരു രാത്രി കൊണ്ട്? ഇത് അല്ലാഹുവിൻ്റെ കഴിവിലും റബ്ബിൻ്റെ ഖുദ്റത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് നിഷ്പ്രയാസം മനസ്സിലാക്കാവുന്നതാണ് എന്ന് ചിന്തിക്കാതെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വസ്തുതകളെ തള്ളിക്കളഞ്ഞ ഒരു വിഭാഗത്തെ ഖുർആൻ എക്സ്പോസ് ചെയ്യുകയുണ്ടായി. وما جعلنا الرؤيا التي أريناك إلا فتنة للناس والشجرة الملعونة في القرآن. ഷജറത്തു സഖൂം എന്ന് പറയുന്ന വൃക്ഷം നരകത്തിലെ വൃക്ഷമാണെന്ന് പറഞ്ഞപ്പോൾ നരകം എന്നത് തീയാണല്ലോ, തീയിൽ വൃക്ഷമോ എന്ന് ചോദിച്ച് ദീനിൽ നിന്ന് പിന്മാറിയവരും ചില വിരലെണ്ണാവുന്ന ആളുകൾ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പരീക്ഷണമായിരുന്നു നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. എൻ്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുമോ? എൻ്റെ ഹബീബ് പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞ ചില ഹദീസുകളുടെ മാനങ്ങൾ നമുക്കൊരിക്കലും ഇന്നത്തെ സാഹചര്യങ്ങളിൽ, ഇന്നത്തെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിൽ പോലും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ ആശയങ്ങളുള്ളത് ഖിയാമത്തിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസുകളിൽ കാണാൻ കഴിയും. എന്നാലും ആമന്നാ വസദ്ദഖ്നാ ലതഫ്തഹുന്ന, നിങ്ങൾ കീഴടക്കും അൽ ഖുസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിൾ നിങ്ങൾ കീഴടക്കും, റൂമിയ, റോമാ നഗരവും, ഇറ്റലിയിൽ കിടക്കുന്ന റോമാ നഗരം. എപ്പോഴും എങ്ങനെ ഒന്നും നമുക്കറിയില്ല. ഹബീബിന്റെ സ്വഹാബിമാർ ആ ഹദീത്ത് കേട്ടു വിശ്വസിച്ചു. പുണ്യനബി തങ്ങൾ പറഞ്ഞു, നിഅമൽ അമീറു അമീറുഹും വനിഅമൽ ജയ്ഷു ജയ്ഷുഹും. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയുടെ തലസ്ഥാനമല്ല, പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ നഗരം ഇസ്തംബൂൾ, അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ, ഖുസ്തൻതീനിയ. അവിടെയാണ് അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങളെന്ന തങ്ങൾ ഹിജറ വന്നപ്പോൾ തങ്ങളെ പാർപ്പിച്ച വീട്ടുകാരനായ സ്വഹാബി അന്ത്യവിഷമം കൊള്ളുന്ന തുർക്കിയിലാണ്. അവിടത്തേക്ക് ഒരു ധർമ്മസമരത്തിന് പോയി അവിടെ അവിടെ വഫാത്തായി, യുദ്ധത്തിലെത്തും മുമ്പ് വഫാത്തായി അബൂ അയ്യൂബ് അൻസ്വാരി തങ്ങൾ. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മഹാനവറുടെ മഖാമുണ്ട് അവിടെ. ആ മഖാമിൻ്റെ നേരെ ഒരു കുന്നാണ്. ആ കുന്നിൻ്റെ ഒരു കേബിൾ കാറൊക്കെ ഉണ്ട് പോകാൻ. ആ കുന്നിൻ്റെ മുകളിൽ മഹാനായ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഷെയ്ഖുണ്ട്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഈസ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ മഖാമുണ്ട് അവിടെ. വേറെ ഒരുപാട് മഹാന്മാരുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്ന സൈന്യം ഏറ്റവും നല്ല സൈന്യമാണ്. അവരുടെ കമാൻഡർ ഏറ്റവും നല്ല കമാൻഡറാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, റൂമിയ, റോമാ നഗരവും ഇസ്ലാം അംഗീകരിക്കുന്നൊരു സംവിധാനത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പറയുമ്പോൾ അത് വലിയ സംഭവമല്ല, കോൺട്രവേഴ്ഷ്യലാക്കും. പിന്നെ പിടിച്ചു കഴിഞ്ഞാൽ റോമാ നഗരം പിടിക്കാൻ പോവാണ്. എൻ്റെ റസൂൽ അത് പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു. എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എനിക്കറിയില്ല. എൻ്റെ റസൂൽ അത് പറഞ്ഞതാണ്. അപ്പോൾ സ്വഹാബി ചോദിച്ചു, നബിയെ, കോൺസ്റ്റാന്റിനോപ്പിളാണോ ആദ്യം, അതല്ല റോമാ നഗരമാണോ? തങ്ങൾ പറഞ്ഞു, കോൺസ്റ്റാന്റിനോപ്പിളായിരിക്കും ആദ്യം ജയിച്ചടക്കുക. തങ്ങളത് പറഞ്ഞ് 800 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ സൈന്യത്തിൻ്റെ അമീർ എന്ന നബി തങ്ങൾ, നിഅമൽ അമീറു അമീറുഹും, മഹാനായ മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നത്. ആ മഹാന്റെ മഖാമിൻ്റെ മുമ്പിൽ നിഅമൽ ജയ്ഷു ജയ്ഷുഹും വൽ അമീറു അമീറുഹും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ മഹാനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ മഹാന്റെ മഖാമിൻ്റെ മുമ്പിൽ ഈ ഹദീത്തുണ്ട്. അവിടെ ഈ സംഭവം നടന്നത് തങ്ങളിത് പറഞ്ഞിട്ട് 800 കൊല്ലം കഴിഞ്ഞിട്ട്. 800 കൊല്ലം. ഇനി ഒരു 800 കൂടെ ആകുമ്പോൾ അവിടെ മുതൽ ഒരു 800 കഴിഞ്ഞിട്ടാണോ 1600 കഴിഞ്ഞിട്ടാണോ നമുക്കറിയില്ല. റൂമിയ ദീനിൻ്റെ പരിമളം വീശുന്ന നഗരിയായി മാറുമെന്നാണ്. മുസ്ലിം മുഅ്മിൻ ഹബീബിൻ്റെ ഹദീസിനെ നമ്മളത് വിശ്വസിച്ചു. എൻ്റെ ഹബീബ് പറഞ്ഞത് സത്യമായി പുലരും എന്ന് വിശ്വസിക്കണമെന്നാണ്. അത് ഈമാനിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ ഇല്ല അത് വേറെ വിഷയം. മനസ്സിലായോ ഇല്ലയോ എന്നത് വേറെയാണ്. എൻ്റെ റസൂലിനെയും എൻ്റെ അള്ളാഹുവിനെയും ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഒരു രസകരമായ സംഭവമുണ്ട്. അതൊരു തമാശയായിട്ട്
കൂട്ടിയാൽ മതി. സഹാബികളുടെ കാലത്ത് നടന്നതാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുഅ്ത യുദ്ധത്തിലെ ഷഹീദാണ്. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമുള്ളത് ജോർഡാനിലെ അമ്മാനിൽ നിന്നൊരു 200 കിലോമീറ്റർ അപ്പുറത്ത് കറഖ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ജാഫർ തങ്ങൾ, അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങൾ, പിന്നൊരു സഹാബിയും കൂടെ. ആരായിരുന്നു അത്? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ, സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു തങ്ങളുടെ പോറ്റുപുത്രൻ എന്ന് പറഞ്ഞ സെയ്ദ് ഇബ്നു ഹാരിഥ. ഈ 3 സഹാബിമാർ ഒരു പള്ളിൻ്റെ പരിസരത്താണ്. ഈ അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങൾ കവിയായിരുന്നു. പുണ്യനബിയെ പറ്റി മദ്ഹ് പറഞ്ഞ കവിയാണ്. ആ മഖാമിനൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ എനിക്ക് വിശ്വാസമാണ്. ആ മഖാമിന് അവിടുത്തെ ജോർഡാനികൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആ മഖാമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു പ്രത്യേകമായ സുഗന്ധം ഈ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിനുണ്ട്. ആ പള്ളിക്ക് ഒരു പള്ളി പോലെ ഒരു മഖാം, അതിന് ചുറ്റും നമ്മുടെ ജൈത്തൂനിൻ്റെ വൃക്ഷങ്ങൾ കുറേ ഉണ്ട്. നമ്മൾ പറയാം ഒലിവിൻ്റെ ജൈത്തൂൻ കായ എന്ന് പറയില്ലേ, ജൈത്തൂൻ്റെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മലയാളികളൊക്കെ ചെല്ലുമ്പോൾ ജൈത്തൂൻ കായ ആദ്യം കാണുമ്പോൾ അവിടെ ആയിരിക്കും. ജോർഡാൻ ഫലസ്തീൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ജോർഡാനിൽ ഇറങ്ങി പിന്നെ ഫലസ്തീനിൽ പോയി പിന്നെ ഈജിപ്തിൽ പോയി അങ്ങനെ ഒരു റൗണ്ട് അടിക്കലാണല്ലോ. പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങളുടെ മഖാമിനൊരു പ്രത്യേക സുഗന്ധമുണ്ട്. അത് ആരോടെ കൊണ്ടുപോയി സെൻറ്റ് വരുന്നതല്ല, ഒരു പ്രത്യേക സുഗന്ധമാണ്. ഹബീബിൻ്റെ ഷായറായിരുന്നു മഹാനവറുകൾ, മുഅ്തയിലെ ഷഹീദാണ്. ആ സുഗന്ധം അനുഭവിക്കാൻ കഴിഞ്ഞവർ കുറേ ആൾക്കാർ വേറെ ഉണ്ടാവും. മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ തങ്ങൾ, അദ്ദേഹമാണ് ഇതിലെ കഥാപുരുഷൻ. അദ്ദേഹം ഒരു തമാശ പറഞ്ഞതാണ്. കല്യാണം കഴിച്ചു. മദീനക്കാരിയായ ഒരു അൻസ്വാരിയത്തായ പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെ പുതിയാപ്പിള അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അടിമസ്ത്രീ ഉണ്ടായിരുന്നു. അന്ന് അടിമസ്ത്രീകളും അടിമകളും നിലനിൽക്കുന്നൊരു കാലമാണ്. പുണ്യനബി തങ്ങൾ വരുന്നതിൻ്റെയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അടിമ സമ്പ്രദായമുണ്ട് അവിടെ. ആ സിസ്റ്റം ഇസ്ലാം ക്രമേണ ഇല്ലായ്മ ചെയ്ത ഒരു സംഭവമാണ്. എല്ലാറ്റിനും അടിമമോചനം, എല്ലാ പ്രായശ്ചിത്തവും അടിമമോചനം, അടിമകളെ മോചിപ്പിക്കുക, അങ്ങനെ ചെയ്ത് ഇല്ലായ്മ ചെയ്തതാ. പക്ഷെ അന്ന് ഒരു നിയമപ്രകാരം തൻ്റെ കീഴിലുള്ള ഒരു അടിമ സ്ത്രീയെ ശാരീരികമായി ഹലാലായി ബന്ധപ്പെടാൻ ദീനിൽ അനുമതിയുണ്ടായിരുന്നു. പക്ഷെ അതിൽ കുട്ടി ജനിക്കുന്നതോടുകൂടെ ആ പെണ്ണ് സ്വതന്ത്രയായി മാറുകയും ചെയ്യും. അപ്പോൾ പലരും അങ്ങനെ ഒരു തൻ്റെ സയ്യിദുമായി അല്ലെങ്കിൽ തൻ്റെ യജമാനനുമായി ഒരു ശാരീരിക ബന്ധം ഉണ്ടായി എനിക്കൊരു കുഞ്ഞുണ്ടായാൽ ഞാൻ അടിമയല്ലാതെ രക്ഷപ്പെടുമല്ലോ എന്നാഗ്രഹിച്ച് നടക്കുന്ന കാലവുമാണത്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഭാര്യ കടന്നു വരുമ്പോൾ മഹാനവറുകളുടെ കൂടെ ഈ അടിമപ്പെണ്ണ് കിടക്കുന്നത് ഈ അൻസ്വാരിയത്തായ പെണ്ണ് കണ്ടു. അപ്പം ഭയങ്കര പ്രശ്നമാക്കുമല്ലോ. അപ്പം മഹാനവറുകൾ എന്താ അപ്പം പറയാ? പെണ്ണ് ചോദിച്ചു, ലഖദ് റഅയ്തുക്, ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞില്ല, നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ജനാബത്തുള്ള ഒരാൾ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് എനിക്കറിയാം. ജനാബത്ത് കുളിക്കാതെ ജനാബത്തുള്ള ഒരു മനുഷ്യൻ ഖുർആൻ ഓതാൻ പാടില്ല. ഞങ്ങൾ ഖുർആൻ ഒന്ന് ഓദിക്കുക, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം ജനാബത്തുകാരനാണ് എന്ന് പെണ്ണിനറിയാം. അപ്പം ഇല്ലയെന്ന് പറഞ്ഞും ചെയ്തു. ഞങ്ങൾ ഖുർആൻ ഒന്ന് ഓദിക്കട്ടെ എന്ന് പറഞ്ഞു. ഷഹിദ്തു ഷഹാദതൻ ലാ റൈബ ഫീഹാ بأن الله ليس له شريك وأن محمدا عبد رسول إلى الثقلين أرسله المليك. ഇത് ഖുർആൻ അല്ല നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ പെണ്ണിനെ പറ്റിക്കാൻ വേണ്ടി മൂപ്പര് ഖുർആൻ പോലെ ഇങ്ങോട്ട് പാടിക്കൊടുത്തത്. ആ പെണ്ണ് പറഞ്ഞു, സദ്ദഖത്തുല്ലാഹ്, അള്ളാഹു പറയുന്നതൊക്കെ സത്യമെന്ന് എനിക്കറിയാം, പക്ഷെ ഈ വഹി നുണയാണെന്ന് പറഞ്ഞു. കദ്ദബതു ഹാദൽ വഹി, അത് കേട്ടിട്ട് ഖുർആൻ പോലെ തോന്നണില്ലല്ലോ. അള്ളാഹ് ഇറക്കിയതാണെങ്കിൽ സത്യമാണ്, അള്ളാഹു എന്ന് പറഞ്ഞ സംഭവം സത്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ ഈ വഹി, എൻ്റെ റബ്ബിനെ ഞാൻ വിശ്വസിച്ചു. അത് അവിടെയാണ് ഈ പോയിന്റ് എടുക്കുന്നത്. എൻ്റെ റബ്ബ് പറഞ്ഞതാണെങ്കിൽ ഞാനത് വിശ്വസിച്ചു എന്ന് ഉറപ്പാണ്. പക്ഷെ ഈ വഹി
അവർക്കറിയില്ലായിരുന്നു ഇസ്ലാമിലേക്ക് പുതുതായി വന്ന കാലഘട്ടം. അപ്പോൾ സദ്ദഖത്തുല്ലാഹ വകദ്ദബത്തുൽ വഹി, ഈ വഹി ഞാൻ അതെനിക്ക് ശരിയാവണില്ല. ഏതായാലും അതിൽ കുഴപ്പമില്ലാണ്ട വിഷയം തീർന്നു കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു, അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഅ്ത യുദ്ധം നടക്കുന്നതും അവിടെ മഹാനവറുകൾ ഷഹീദാകുന്നതും റളിയല്ലാഹു തആല. അള്ളാഹു മഹത്തുക്കളൊക്കെ സിയാറത്ത് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഉഹദിൽ വയറ് കീറിയ ആളുകളുണ്ടായിരുന്നു. വയറ് പൂർണ്ണമായും കീറി തുറക്കപ്പെട്ടു. ചില ആളുകളുടെ കൈകൾ മുറിഞ്ഞുപോയി, ചില ആളുകളുടെ കാലുകൾ മുറിഞ്ഞുപോയി, അങ്ങനെ ഷഹീദായി. ചില സ്വഹാബിമാർ 70ഓളം മുറികൾ ദേഹത്തിൽ ഒന്നാകെ. എങ്ങനെ 70 പോയിന്റ് ഇടാൻ വരെ ദേഹത്ത് സ്ഥലമുണ്ടോ എന്ന് ആലോചിച്ചു. 70ഓളം കുന്തമുനകൾ അമ്പും വന്നു തറച്ച് പരിച പോലെയായി ഷഹീദായ സ്വഹാബിമാർ. ഈ സ്വഹാബിമാരെ മുഴുവനും നമ്മൾ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരിക. അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്താണ് ആലു ഇമ്രാനിലെ 170-171 ആയത്തുകൾ. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. ആ ആയത്തിൽ അള്ളാഹു പറയുന്നൊരു അത്ഭുതം നോക്കണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله. ആ ഫദ്ലിഹി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരീരത്തിൽ മുറിവേറ്റ് കിടന്ന് അവർ ഷഹീദായതിനെ കുറിച്ചാണ് പറയണത്. ഞാൻ വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين. ഒരാളും വിചാരിക്കണ്ട. ولا تحسبن الذين قتلوا في سبيل الله. വിശ്വാസത്തിൻ്റെ, ആദർശത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് ശുഹദാക്കളായ ഉഹദിലെ ശുഹദാക്കളെ കുറിച്ചാണ് ഈ പറയുന്നത്. ഖുതിലു ഫീ സബീലില്ലാഹ്, പടച്ചവന്റെ മാർഗത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവർ, അവരെക്കുറിച്ച് നിങ്ങളാരും അംവാതാ, മരിച്ചവരാണ് എന്ന് വിചാരിക്കല്ലേ. ബൽ അഹ്യാ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എന്താണ് ഇതിൻ്റെ ആശയം? ജീവിതം മരണം എന്ന് പറയുന്നത് ഈ ഒരു റൂഹ് പോകുന്ന ഈ തടിയിൽ മാത്രം കിടക്കുന്ന വിഷയമല്ല. ജീവിച്ചിരിക്കുമ്പം തന്നെ മരിച്ചവരുണ്ടാവും, മരിച്ചിട്ടും മരിക്കാത്തവരുണ്ട്. ഖുർആൻ ഒരു തലത്തിലേക്ക് കയറിയിട്ടാണ് സംസാരിക്കുന്നത്. ഇവരെ പറ്റി പറയുമ്പോൾ അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അവർക്ക് ജീവിക്കാൻ ആവശ്യമായത് എല്ലാം അല്ലാഹു അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ശുഹദാക്കളെല്ലാം മരിച്ചവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുതേ. ഇനി പറയുന്നതാണ് അത്ഭുതം. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. അല്ലാഹു എന്ന രക്ഷിതാവ് അവർക്ക് നൽകിയ ഈ ഔദാര്യം കൊണ്ട് സന്തോഷിച്ചവരാണവർ. ദേഹത്ത് കയ്യേറ്റ് വീണപ്പോഴേ അവർ അല്ലാഹുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ശരീരം പരിച പോലെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, എൻ്റെ കഴുത്തിൻ്റെ പിന്നിൽ അങ്ങയുടെ കഴുത്ത് വെച്ചോളൂ നബിയെ, ഞാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കാം. അങ്ങയുടെ കഴുത്തിനെ തേടി വരുന്ന അമ്പ് എൻ്റെ കഴുത്തിൽ കൊണ്ടിട്ട് മതി നബിയെ അങ്ങേക്ക് വരാൻ എന്ന് ഹബീബിനോട് പറഞ്ഞ ത്വൽഹാ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ സ്വഹാബിമാർ ചെയ്തതാ.
നിന്നുകൊടുത്തു ഹബീബിന് വേണ്ടി. എൻ്റെ ഹബീബിൻ്റെ ദേഹത്തൊരു പോറലും ഏൽക്കരുത്. എന്താണ് ആ സ്നേഹം? ലോകത്തോട് വിട പറയാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കുമ്പോ മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു സ്വഹാബികളോട് പറയുന്നു, സ്വഹാബികളോട് പുണ്യനബി പറഞ്ഞിരുന്നു, സ്വഹാബികളെ റബീഅയോട്, റബീഅ ആരെങ്കിലും പോയി കാണുകയാണെങ്കിൽ എൻ്റെ സലാം റബീഅയോട് പറയണേ. എന്നിട്ട് ചോദിക്കണം, കൈഫ തജിദുക്, എങ്ങനെയുണ്ട് റബീഅ? 70ഓളം സ്വഹാബിമാർ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി കിടക്കുമ്പോൾ ഈ റബീഅ തങ്ങളെ നോക്കാൻ വേണ്ടി സ്വഹാബിമാർ ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ ലോകത്തോട് വിട പറയാൻ, ശരീരം റൂഹിനോട് വിട പറയാൻ കാത്തിരിക്കുന്ന നേരത്ത് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു വെള്ളത്തിന് ദാഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ശരീരമാസകലം രക്തം വാർന്നൊലിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ശരീരം മുറിവായി കിടക്കുമ്പോൾ മഹാനായ സ്വഹാബിയോട് ചോദിച്ചു, റബീഅ, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിൻ്റെ ഗുരു നമ്മുടെ ഹബീബ് അങ്ങയോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിട്ടുണ്ട് റബീഅ. എന്നിട്ട് അങ്ങയോട് ചോദിക്കുന്നുണ്ട്, കൈഫ തജിദുക്, എങ്ങനെയുണ്ട്, നിങ്ങൾ എന്താണ് ഇപ്പൊ കാണുന്നത് എന്ന് ചോദിക്കൂ. വഅലാ റസൂലില്ലാഹി സലാം, എൻ്റെ റസൂലിനോട് എൻ്റെ സലാം മടക്കിയത് പറയണേ. പറയാൻ പറ്റുന്ന നേരല്ല, പക്ഷേ ഉള്ള ശബ്ദം കൊണ്ട് പറഞ്ഞയച്ചു. എൻ്റെ റസൂലിനോട് ഞാൻ വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞു എന്ന് പറയണേ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നല്ലേ റസൂൽ ചോദിച്ചത്. ഇന്നീ ലഅജിദു റീഹൽ ജന്ന, സ്വർഗത്തിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് വന്നു തുടങ്ങുന്നുണ്ട്, ഞാൻ സ്വർഗം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണേ. എന്നിട്ട് ഇങ്ങനെ നോക്കി കൂടെ വന്ന ആളുകളോട് ഇങ്ങനെ കിടക്കുകയാണ്, രക്തം വാർന്ന് സെക്കൻഡുകളെ കൊണ്ട് വഫാത്താകും, ഷഹീദാവാൻ നിൽക്കുകയാണ്. യാ മഅ്ശറൽ അൻസ്വാർ, അൻസ്വാരികളെ, ലാ യുഖ്ലസ് ഇലാ റസൂലില്ലാഹി വഫീകും ഐനുൻ തർഖുബ്, നിങ്ങളുടെ ആരുടെയെങ്കിലും മുഖത്ത് ഒരു കണ്ണെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ റസൂലുള്ളാനെ നോക്കണേ. റസൂലുള്ളാക്കൊന്നും പറ്റരുതേ. ഒരു കണ്ണെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് റസൂലുള്ളാക്ക് സംരക്ഷണം കൊടുക്കണേ. ലാ ഉദ്റ ലക്കും ഇൻ യുഖ്ലസു ഇലാ റസൂലില്ലാഹ്, ഞാൻ മരിക്കുകയാണ്, എൻ്റെ കൂടെ ഒരുപാട് ആളുകൾ മരിച്ചു കിടക്കുകയാണ് ഇവിടെ. എൻ്റെ റസൂലിനെങ്ങാനും എന്തെങ്കിലും ഒരു പോറലേറ്റാൽ അൻസ്വാരികളെ, അള്ളാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും പറയാനുണ്ടാവില്ല കേട്ടോ, ഒരു ഉദ്റും പറയാനുണ്ടാവില്ല, ഒരു കഴിവുകേടും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല കേട്ടോ. ഒരു കണ്ണെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ റസൂലുള്ളാനെ നോക്കണേ. നോക്കണം, അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മ വാപ്പുണ്ട്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാൻ ഖൽബിലുള്ള ആളുകൾ റബ്ബിനെ അത്രമേൽ സ്നേഹിക്കുന്നവരാണ്, അല്ലാഹുവിൻ്റെ റസൂലിനെ അത്രമേൽ സ്നേഹിക്കുന്നവരാണ്. എന്താണ് ആ സ്നേഹമൊക്കെ? നമുക്കത് പറയുമ്പോൾ പറയാൻ പറ്റണില്ല. എന്താണ് ആ നേരം? എൻ്റെ മക്കളെ നോക്കണമെന്നല്ലേ പറയാൻ തോന്നുക? റസൂലുള്ളാനെ നോക്കണേ. ഒരു കണ്ണ് നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് റസൂലുള്ളാക്ക് സംരക്ഷണം കൊടുക്കണമെന്ന്. നിങ്ങൾ ഓടാൻ പാടില്ല. യുദ്ധം അവസാനിക്കുമ്പോൾ പരാജയമായി മാറുകയായിരുന്നു. അറിയാലോ ചരിത്രമൊക്കെ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലി. ഉഹദിലെ ശുഹദാക്കളെ കുറിച്ച് ഇറങ്ങിയ ആയത്താണിത്, ആലു ഇംറാനിൽ. ഉഹദിലെ ശുഹദാക്കള് അവർക്ക് അല്ലാഹു നൽകുന്ന ഔദാര്യം കൊണ്ട് സന്തോഷിച്ചവരാണവർ. അവർ മരിച്ചവരല്ല. എന്താ ഔദാര്യം എന്നറിയോ? അവരുടെ കൈകാലുകൾ മുറിക്കപ്പെട്ടത്, ശരീരത്തിൽ മുറിവുകളേറ്റത്, റസൂലുള്ളാഹിക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരു അരിപ്പ പോലെ ശരീരം മാറ്റിക്കൊടുത്തത്, അത് സന്തോഷിച്ചവരാണ്. യാ അല്ലാഹ്, ആ മുറിവ് അവർക്ക് വേദനിച്ചിട്ടില്ല, അവർക്കത് സന്തോഷമാണ് തോന്നിയത്. ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടിയില്ലേ. അവിടെയാണ് പടച്ചവൻ ഇടപെടുന്നത്. ഫരിഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി,
അള്ളാഹു നൽകുന്ന ഔദാര്യം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഷഹാദത്ത് വരിച്ചവരാണവർ. അവരുടെ മനസ്സിനെയാണ് ഖുർആനി പറയുന്നത്. അവർക്കത് സന്തോഷമാണ്. മരണം സംഭവിച്ചു പോയതല്ല, ഞങ്ങൾക്കിത് സന്തോഷമാണ്. വയസ്തബ്ശിറൂന ബില്ലദീന ലം യൽഹഖൂ ബിഹിം, തങ്ങൾക്ക് പിറകെ വരാനിരിക്കുന്നവർക്ക് സന്തോഷ വാർത്ത നൽകുകയാണ്. മിൻ ഖൽഫിഹിം അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, സങ്കടമില്ലാത്ത ദുഃഖമില്ലാത്ത ഒരു സ്വർഗലോകത്തേക്ക് വന്നോളൂ എന്ന് തങ്ങളുടെ പിറകിൽ വരുന്നവരോട് സന്തോഷം പറഞ്ഞുകൊണ്ടാണ് ഈ മുറിവുകളെല്ലാം സ്നേഹത്തോടെ അവർ ഏറ്റെടുത്തിരിക്കുന്നത്. അവർ മരിച്ചവരല്ല, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് പടച്ചവൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റത്തെക്കുറിച്ച് പറയാണ്. നമുക്കിപ്പോൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഖുർആൻ നമ്മൾ ഓതുന്നുണ്ടോ? നമ്മുടെ മക്കൾ ഓതുന്നുണ്ടോ? നിസ്കാരം, സുന്നത്ത് നോമ്പുകൾ, അദ്കാറുകൾ, സ്വലാത്തുകൾ സ്നേഹത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത്ര ആലോചിച്ചൂടെ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധരായ ആളുകളുടെ കൂടെ, സജ്ജനങ്ങളുടെ കൂടെ നിങ്ങൾ കൂടെ നിൽക്കണമേ. കാരണം അല്ലാഹുവിനോടുള്ള സ്നേഹം സജ്ജനങ്ങളോടുള്ള സ്നേഹമാണ്. സജ്ജനങ്ങളെ സ്നേഹിക്കുന്നത് ഔലിയാക്കന്മാർ, മഹത്തുക്കളായ ആളുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അവരെ നമ്മളെ സ്നേഹിക്കുന്നതേ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. യഖൂലുല്ലാഹ്, സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസുണ്ട്. അള്ളാഹു പറയും, വജബത് മഹബ്ബതി ലിൽമുതഹാബ്ബീന ഫിയ വൽമുതജാലിസീന ഫിയ വൽമുതസാവിരീന ഫിയ വൽമുതബാദിലീന ഫിയ, എനിക്ക് വേണ്ടി ഒരുമിച്ചിരുന്നവരെവിടെ? അവർക്കെൻ്റെ സ്വർഗം നിർബന്ധമാണ്. അള്ളാഹനെ ഓർത്ത് ഒരു സദസ്സിൽ ഒരുമിച്ചിരുന്നവർ, അക്കൂട്ടത്തിൽ നമ്മുടെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ ഒരു മജ്ലിസായി അള്ളാഹുവിനെ മാറ്റിത്തരട്ടെ. അള്ളാഹിനോർത്ത് വന്നതാ. ഇവിടെ ഇന്ന് ഭക്ഷണമൊന്നുമില്ല, ഭക്ഷണം നമ്മൾ കൊടുത്തില്ലേ, 1000 ചില്ലറ പൊതി നമ്മൾ കൊടുത്തു ഒന്നാമത്തെ ദിവസം. അപ്പം നമ്മളൊരു പൊതി കണ്ടിട്ട് വന്നതല്ല, ഇന്ന് അള്ളാഹുവിന് വേണ്ടി വന്നതാണ്. നമ്മൾ കുറേ ഗ്രൗണ്ടിലും കുറേ ടിവിൻ്റെ മുമ്പിലും സ്റ്റേഡിയത്തിലൊക്കെ കുറേ സമയം ചിലവഴിച്ചില്ലേ. അപ്പോൾ ഒരു പ്രായശ്ചിത്തമാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ സമയം സ്വീകരിക്കട്ടെ. ഈ ഇരുത്തം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റത്തിന് അള്ളാഹു നിമിത്തമാക്കി തരട്ടെ. കൽബിലൊക്കെ കുറേ ഇഷ്ടങ്ങൾ, ഈ റീൽസ് ഇങ്ങനെ നോക്കുമ്പോഴേ കുറേ ഉടായ്പല്ലേ നമ്മൾ കാണുന്നത്. കൽബിലേക്ക് കയറേണ്ട നല്ല മെസ്സേജൊന്നും കയറൂല. അപ്പോൾ ഇങ്ങനെ വേണ്ടാത്തത് ഇങ്ങനെ കയറിക്കൂടി മലിനമായി കിടക്കുക. അവിടത്തേക്ക് കുറച്ച് നല്ല പോസിറ്റീവ് ചിന്തകൾ കയറണം. അല്ലാഹു നമ്മുടെ കൽബുകളെ നന്നാക്കി തരട്ടെ. വജബത് മഹബ്ബതി, എൻ്റെ സ്നേഹം നിർബന്ധമാണ്. ലിൽ മുതഹാബ്ബീന ഫിയ, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർക്ക്. അത് ഹറാമായ പ്രേമത്തെക്കുറിച്ചല്ലേ പറഞ്ഞു കേട്ടോ. അള്ളാഹ്ക്ക് വേണ്ടി മുഅ്മിനീങ്ങളെ ഇഷ്ടപ്പെടുന്നത്. വൽമുതസാവിരീന ഫിയ വൽമുതബാദിലീന ഫിയ, എനിക്ക് വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവർ, എനിക്ക് വേണ്ടി ഒരുമിച്ചിരിക്കുന്നവർ, എനിക്ക് വേണ്ടി പരസ്പരം ചെലവഴിക്കുന്നവർ, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് ആളുകളെ സഹായിക്കുന്നവരെ, അള്ളാഹുവിനെ ഉദ്ദേശിച്ച് സ്നേഹിച്ച് പരസ്പരം കാണാൻ ചെല്ലുന്നവരെ, കല്യാണത്തിൽ കൂടുന്നവരെ, അവരുടെ വീട്ടിലെ ഫംഗ്ഷനിൽ കൂടുന്നവരെ, ഒരുമിച്ചിരിക്കുന്നവരെ, ഒരുമിച്ച് യാത്ര പോകുന്നവരെ, എല്ലാവർക്കും അള്ളാഹിൻ്റെ മഹബ്ബത്ത് നിർബന്ധമാണ്. മറ്റേത് ഇബ്ലീസിൻ്റെ മഹബ്ബത്തേ ഉണ്ടാവുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇദാ ഹബ്ബ അഹദുകും അഖാഹു ഫൽയുഅലിംഹു, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനോടൊരു സ്നേഹം തോന്നിയാൽ ഫൽയുഅലിംഹു, അയാളോടത് പോയി പറയണം, അറിയിക്കണം എന്ന് നബി ഞങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ വിചാരിച്ച് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഇതൊരാളോട് പറയൽ സുന്നത്ത്. അങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലാതെ ഉണ്ടാക്കി പറയുന്നു വേണ്ട. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കിട്ടാൻ പോണില്ല. ഇഷ്ടമാണെങ്കിൽ അയാളോടത് പോയി പറയണം. അതൊരു കൂലിയുള്ള കാര്യമാണ്. പ്രേമിക്കുന്നവർ പ്രേമം പറയൽ നിർബന്ധമാണെന്നൊന്നല്ല കേട്ടോ ഇതിനർത്ഥം. പഠിച്ചവനെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അള്ളാഹു അനുവദിക്കുന്ന ഒരു മഹബ്ബത്തിനെ കുറിച്ചായി പറയണത്. ഒരു നല്ല മനുഷ്യനാണ്, ഒരു നല്ല പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ കൂട്ടുകാരികൾ അവളെ ഇഷ്ടപ്പെടുന്നു, അവളോട് പോയി പറയണം, ഞങ്ങൾക്ക് നിന്നെ ഇഷ്ടമാണ്.
നമുക്കൊന്നും ഇപ്പോൾ അങ്ങനെ അവളെ പോലെ അങ്ങ് ഹിജാബ് നിഖാബിട്ട് നടക്കാനൊന്നും പറ്റണില്ല. എന്നാലും ആ മോളത് ചെയ്യുന്നുണ്ടല്ലോ. ക്യാമ്പസിൽ അവൾ ഒറ്റയ്ക്കാണെങ്കിലും മാഷാ അല്ലാഹ്, വി ആർ പ്രൗഡ് ഓഫ് യു, വി ലവ് യു, ട്രൂലി വി വാല്യൂ ദാറ്റ്. ആ കുട്ടിയോട് പറയൽ സുന്നത്താണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളൊന്നുമില്ല, ചെയ്യുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർക്കൊന്നൊരു ചെറിയ ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക. അത് നല്ലതാണ്. ഹബീബിന് ഇഷ്ടമാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്, അള്ളാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളെ ഇഷ്ടപ്പെടണം. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമാണെങ്കിലും മരണപ്പെട്ടവർ എന്ത് ചെയ്യണം? പോയി സിയാറത്ത് ചെയ്യണം. മടവൂർ മഖാമിലേക്ക് സിയാറത്തിന് വരുന്നത്, ഉടങ്ങാക്കാട് പോകുന്നത്, അവാർഡ് ഉസ്താദ് മഹാനായ എത്തിപ്പറ്റ ഷേഖ് അവറുകൾ, ഷംസുൽ ഉലമാഹി തങ്ങൾ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ, ഒരുപാട് നമ്മുടെ മുമ്പിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മുടെ നാട്ടുകാരായ പ്രായമുള്ള ആളുകളുടെയൊക്കെ കൺമുമ്പിൽ ജീവിച്ചു പോയ ഒരുപാട് മഹത്തുക്കളില്ലേ? അവരൊക്കെ സിയാറത്ത് ചെയ്യുക. സലാം പറയുമ്പോൾ അവർ സലാം അടക്കും. മുഅ്മിനീങ്ങൾ അവരുടെ റൂഹുകൾ തമ്മിൽ ബന്ധമുണ്ടാവും. ആ ബന്ധമാണ് ബന്ധം. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ സിയാറത്തിന് പോകണമെന്ന് പറയുന്നത്. ആത്മിക ബന്ധം, ഒരാത്മാവുമായുള്ള ബന്ധം അവിടെ രൂപപ്പെടും. അത് വെറും ഒരു മീസാങ്കല്ല് കാണുകയല്ലേ. അത് ആഖിറത്തെ ഓർമ്മിക്കാനും പരലോക ചിന്തകൾ വരാനും, അതോടൊപ്പം ഈമാനികമായ അൽ മുതസാവിരീന ഫിയ്യ, എനിക്ക് വേണ്ടി പരസ്പരം സന്ദർശനം ചെയ്യുക എന്ന് പറഞ്ഞതിൽ ഇത് പെടുമെന്നാണ് മഹാന്മാർ പറഞ്ഞത്. അല്ലാഹു സജ്ജനങ്ങളുടെ സൗരഭ്യവും അവരുടെ സുഗന്ധവും അവരുടെ സൗഹൃദവും അല്ലാഹു ദുനിയാവിലും നാളെ ഖബറിൽ കിടക്കുമ്പോൾ പരിസരത്ത് നല്ല മനുഷ്യന്മാരായിരിക്കണം. അതൊരു ഭാഗ്യമാണ്. നാളെ ആഖിറത്തിലും അത് കിട്ടണം. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.